ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് ബാക്കി വന്ന ചോറ് ഇത്തിരി അരിപ്പൊടി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ബാക്കി വന്ന ചോറ് കൊണ്ടുള്ള ഈ ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനതാ 6 തവി ചോറുതാ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേണ്. ഇതിലേക്ക് ഞാൻ 2 തവി അരിപ്പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. വളരെ പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കൂട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ്. ഇനി ഇതുപോലെ നന്നായിട്ടൊരു തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഞാനിതാ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ് കേട്ടോ. വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത്, കുറേശ്ശെ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണേ. ഏകദേശം ഞാൻ ഒരു 2 ഗ്ലാസ്സോരം വെള്ളം ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം അങ്ങോട്ട് ലൂസ് ആവാനും പറ്റില്ല, അധികം അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല. ആ ഒരു രീതിയിലായിട്ട് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത്. ഇനി ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടത് ഒന്നങ്ങോട്ട് കറക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ അധികം അങ്ങോട്ട് ലൂസ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഞാൻ നന്നായിട്ട് അങ്ങോട്ട് കറക്കിയെടുക്കാണ് കേട്ടോ. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നന്നായിട്ട് കറക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന്. ഇനി ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ള് സോഡാക്കാറുണ്ടല്ലോ, കുറച്ച് മതി കേട്ടോ, ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ 2 മിനിറ്റ് നേരം ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഞാനൊരു മണിക്കൂറോളം മൂടി വെക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നല്ലൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കിടിലൻ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഒരു കടായി അടുപ്പത്ത് വെച്ചിനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വലിയ സവാള വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഞാനിതാ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തേനെ. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നല്ലൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ ചതക്കിയത്, അതും കൂടി ഞാനിതാ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ വാടിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 4 തക്കാളി, ചെറിയ തക്കാളിയാണ്, വലുതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ മതി കേട്ടോ. ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പച്ചമുളക് 2 എണ്ണം കേട്ടോ. പച്ചമുളക് പിന്നെ മുളക് പൊടി ഇതിലേക്ക് വരാനുള്ളതാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതിയേ. നല്ല എരിവുള്ള മുളക് കേട്ടോ, ഞാൻ 2 എണ്ണം മാത്രം എടുത്തിട്ടുള്ളേ. ഇനി നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. രാവിലെയൊക്കെ പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ് കേട്ടോ. ഇനി 1-2 പ്രാവശ്യം ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഞാൻ ഈ ഒരു ചിക്കൻ കറിക്ക് 2 സ്പൂൺ മുളക് പൊടി, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ഒരു 2 സ്പൂൺ ചിക്കൻ മസാല കേട്ടോ. അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് നമ്മൾ വാട്ടിയെടുക്കാൻ. ഈ ചിക്കൻ മസാല നിങ്ങൾ കയ്യിലില്ലെങ്കിൽ ഒരു 1.5 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനി കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് വാട്ടിയെടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് ഞാൻ 1 കിലോ ചിക്കന് കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിരുന്നു കേട്ടോ. ഇതിലേക്ക് ഇട്ടുകയാണ്. കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിന്, ഒരുപാട് വെള്ളമൊന്നും വേണ്ടേ. ഈ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട് കുഴച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കിയെടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് പോരായിരുന്നു, അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തതിന്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി എടുത്തതിന് ശേഷം ഒരു 2-3-4 മിനിറ്റ് നേരം അങ്ങോട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. കുക്കറിലാണെങ്കിൽ 1-2 വിസിൽ ഇങ്ങോട്ട് അടുപ്പിച്ചെടുത്താൽ മതി. പക്ഷേ കുക്കറിലൊക്കെ വെക്കണാട്ടിൽ ടേസ്റ്റ് ഇങ്ങനെ തന്നെ വെക്കുന്നതാട്ടോ. മൺചട്ടിയിലൊക്കെ ആകുമ്പോൾ അധികം ഒരു ടേസ്റ്റ് ഉണ്ടാവേ. അങ്ങനെ 1-2 പ്രാവശ്യം ഇടയിൽ ഇങ്ങനെ ഞാൻ ഇളക്കി കൊടുത്തന്നെ. നിങ്ങൾക്ക് വെള്ളം പോരായി ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ചിക്കൻ കറി ചിക്കനൊക്കെ നന്നായിട്ട് വെന്തേനെ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ കറി വെന്തേനെ കേട്ടോ.
അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിന്. ഇത് വറവിടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിന്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. പിന്നെ ഇതാ ഉള്ളി ഇതാ ചെറുതാക്കിയിട്ട് ഇതുപോലെ വളരെ നൈസാക്കിയിട്ട് അരിഞ്ഞെടുത്തേണ്, അതും കൂടി ഇട്ട് കൊടുത്തേണ്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഇതാ ഞാനിതേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതാ ഒരു അര സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ടേസ്റ്റായിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ മസാല ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് തീ നമ്മൾ കുറച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ ആ കരിഞ്ഞ ആ ഒരു സ്വാദായിട്ട് നമ്മൾ ഈ ഒരു ചിക്കൻ കറിക്ക് കിട്ടുക. ഇനിതാ ഈ ഒരു കറി ഫുള്ള് തീക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് കറിവേപ്പിലൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഓപ്ഷൻ കേട്ടോ, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി. ഇതിലേക്ക് ഇതാ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങോട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ കിടിലൻ ചിക്കൻ കറി റെഡി ആയതിന് അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ മാവ് ഒരു മണിക്കൂറിന് ശേഷം ഏകദേശമൊക്കെ പൊങ്ങി നിന്നിന്. കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടല്ലോ. ഒരു രാത്രിയൊക്കെ മുഴുവനും നമ്മൾ തലേന്ന് രാത്രിയൊക്കെ അടിച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി ഇങ്ങോട്ട് കിട്ടും കേട്ടോ. നമുക്കൊരു മണിക്കൂർ കൊണ്ട് തന്നെ ചുട്ടെടുക്കാനുള്ളല്ലേ, അതിനത്ര ടൈമായിട്ട് നിന്നിട്ടുള്ളൂ. ഇനി ഇതാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിന്, ഒരു പാനായിട്ട് അടുപ്പത്ത് വെച്ച് അത് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പാട്ട് ഉണ്ടാക്കിയെടുക്കണത്. ഈ ഒരു മാവ് കൊണ്ട് തന്നെ നമുക്ക് വെള്ളപ്പം അതുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഇതിൽ കാണിച്ചിട്ടില്ലേ, കണ്ടില്ലേ, അടിപൊളിയായിട്ട് കിട്ടീന്. ഒരു ഒട്ടലോ ഒന്നുമില്ല കേട്ടോ. ആ ഒരു അരിപ്പൊടിയാണ് നമുക്കിതിൽ ഏറ്റവും മെച്ചം. അപ്പോൾ അത് എല്ലാവരും നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണേ. പിന്നെ വേണ്ടതാ ഇതുപോലെ ഇങ്ങനെ ഓരോ തവി ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് എന്നിട്ട് മൂടി വെക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ. ഈ ബബിൾസൊക്കെ ഇങ്ങനെ വീരുമല്ലോ, ആ ഒരു സമയത്തോട്ട് മൂടി വെക്കേണ്ടത്. കണ്ടില്ലേ, അതാ 2 മിനിറ്റോടെ നമുക്ക് ഈ ഒരു അപ്പം കിട്ടും കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യോ ഓയിലോ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുമേ. അങ്ങനെ ഇതാ ഓരോ അപ്പം ഞാനിതാ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് മസാല ദോശ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനും അടിപൊളിയായിട്ട് 1-2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് ആ നെരിച്ചിൽ കിട്ടാൻ വേണ്ടി. അപ്പോൾ അതാ നമ്മളെ ചിക്കൻ കറിയും ഈ ഒരു അപ്പവും റെഡി ആയിന്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.